എല്ലാ ശ്രോതാക്കളെയും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സന്തോഷ് രവിപുരം. ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ ലൈവിൽ എത്തിച്ചേർന്നത് ഡോക്ടർ അഖിൽ സുനിൽ, കൺസൾട്ടൻറ്റ് ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ, ട്രാവൻകൂർ മെഡിസിറ്റിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നൂതന എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ. അപ്പോൾ ഡോക്ടറെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പം ഇതിൽ നമുക്ക് നടുവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു രോഗമാണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം. എത്രയും സർജറി വരുന്ന ഒരു 100 പേരിൽ ഒരു 10 പേർക്കായിരിക്കും സർജറി വേണ്ടി വരിക. സോ ആ സർജറി എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ സർജറിയുടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുകളില്ലാതെ ഈ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ കാരണം നടുവേദനയുടെ കാരണമായിട്ടുള്ള പ്രശ്നം മാറ്റുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് നമ്മളിപ്പോൾ എൻഡോസ്കോപ്പിക് സർജറീസാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ നട്ടെല്ലുമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടറുമായിട്ട് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111. ഡോക്ടർ, ഞാൻ ആദ്യം ഒന്ന് ചോദിച്ചോട്ടെ, എൻഡോസ്കോപ്പിക് അതിപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല, അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. ഈ നേരത്തെ നമ്മൾ സർജറി നട്ടെല്ലിൻ്റെ സർജറിയെ പറ്റി കേൾക്കുമ്പോൾ എപ്പോഴും ഓപ്പൺ സർജറി, അതായത് വലിയൊരു നടുഭാഗത്ത് വലിയൊരു മുറിവ്, മാസങ്ങളോളം തന്നെ ബെഡ് റെസ്റ്റ്, സർജറി കഴിയുന്നതിന് മുന്നേ ബെഡ് റെസ്റ്റ്, സർജറിക്ക് ശേഷം ബെഡ് റെസ്റ്റ്, ഇനി ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 20-25 വർഷം മുന്നേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പിന്നീട് നമ്മുടെ ഈ അഡ്വാൻസ്മെൻറ്റിനനുസരിച്ച് തന്നെ ഓരോ മൈക്രോസ്കോപ്പിക് സർജറീസായി. അപ്പോൾ മുറിവുകളും നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട കാലയളവ് കുറഞ്ഞു വന്നു, മിനിമലായി വരുന്നു. ഇപ്പോൾ എൻഡോസ്കോപ്പിക് എന്ന് പറയുന്നത് കീ ഹോൾ സർജറീസ്, നമ്മൾ വയറിലേക്ക് നേരത്തെ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും വന്ന് പറയുന്നത് ഒരു കീ ഹോൾ സർജറിയാണോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയാണോ. അപ്പോൾ അത് നമ്മുടെ നട്ടെല്ലിലേക്ക് ചെയ്യുന്നതിനെയാണ് എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. സോ ക്യാമറ കടത്തി വളരെ ചെറുതായിട്ടുള്ള മുറിവുകളിലൂടെ ക്യാമറ കടത്തി ഓപ്പറേറ്റ് ചെയ്ത് പ്രശ്നത്തെ മാറ്റുക. അത് പ്രശ്നം മാറുന്നതിനനുസരിച്ച് പേഷ്യൻസിൻ്റെ സിംറ്റംസ് മാറുക, ബുദ്ധിമുട്ടുകൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറിനെ നേരിട്ട് കണ്ടുകൊണ്ട് അത് ചെയ്യാൻ. അതെ, നമ്മൾ ക്യാമറ കടത്തി ക്യാമറയുടെ ഒരു മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഹൈ എൻഡ് ആയിട്ടുള്ള ഫോണുകളുള്ളതാണ്. നമ്മൾ 3 വരെ സൂം ചെയ്ത് അതിനകത്തുള്ള അപ്പം അതേപോലെ തന്നെ ക്യാമറ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 4K ക്വാളിറ്റിയിലുള്ള ക്യാമറാസാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. അത്രയും ക്ലാരിറ്റിയോടുകൂടി ഞരമ്പുകളെയും ഞരമ്പിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന പേശികളെയും എല്ലാം കണ്ട്, പ്രശ്നങ്ങൾ കണ്ട്, ഡിസ്കുകൾ കണ്ട്, അത്രയും ഒരു വിഷൻ, ഒരു ക്ലാരിറ്റിയാണ് എൻഡോസ്കോപ്പിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത് കാരണം ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും, ആക്യുറേറ്റ് ആയിട്ട് സേഫ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആശുപത്രിവാസം കുറവായിരിക്കും. അതെ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ ഒരു സർജറി, അത് 20 വർഷം മുന്നേ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോളം തന്നെ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വന്നിരുന്നു. അത് ഇപ്പോൾ പിന്നെ മൈക്രോസ്കോപ്പിക് സർജറി ആയപ്പോൾ ഒരു 5-6 ദിവസം, 4-5 ദിവസം എന്നുള്ളതായി മാറി. എൻഡോസ്കോപ്പിക് സർജറീസ് കൊണ്ടുകൊണ്ട് നമുക്കിപ്പം ഒരു ദിവസം 24 മണിക്കൂറിൽ താഴെ മതിയാകും ഹോസ്പിറ്റൽ സ്റ്റേ. അതായത് ഇന്ന് രാവിലെ വന്ന് അഡ്മിറ്റായി, രാവിലെ സർജറി കഴിഞ്ഞു, വൈകുന്നേരത്തോടെ പതുക്കെ നടന്ന് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത് അടുത്ത ദിവസം ലഞ്ച് വീട്ടിൽ നിന്ന് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പഴയ കാലത്ത് അതൊന്നും ചിന്തിക്കാൻ പോലും ഒക്കുകയില്ല. അതെ, അതിൻ്റെ അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുന്നതിന് എല്ലാ ഫീൽഡിലും വരുന്നത് പോലെ തന്നെ ന്യൂറോ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഖിൽ സുനിലാണ്, ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജനാണ്. അപ്പോൾ നിങ്ങൾക്ക് നട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ് ഇത്തരത്തിലുള്ള ചികിത്സാ വിധികൾ അഡ്വാൻസ്ഡ് ആണ്. അതിൽ ഏറ്റവും പുതിയ ആ ഒരു അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളടുത്ത് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഡോക്ടർ, പൊതുവേ അതിനുശേഷം രണ്ടാമത് ഇതിൽ വരുമല്ലോ, റിവ്യൂസിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൽ ആദ്യത്തെ അഡ്വാൻസ് നമ്മളെപ്പോഴും ഒരു നട്ടെല്ലിൻ്റെ പ്രശ്നം, അത് നടുവേദന കൊണ്ടുള്ള പ്രശ്നം, നടുകിൻ്റെ വേദനയും കാലുകളിലേക്കുള്ള ഞരമ്പിൻ്റെ കംപ്രഷൻ കാരണമുള്ള പെയിൻ, കാലുകളിലേക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, തളർച്ചകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും വരുന്ന പേഷ്യൻസിന്. ആ ഒരു സ്റ്റേജിലാണ് നമ്മളൊരു സർജറി അഡ്വൈസ് ചെയ്യുന്നത്.
അതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും മെഡിസിൻസും റെസ്റ്റും കൺസർവേറ്റീവായിട്ട് ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള ഒരുപാട് നോൺ സർജിക്കലായിട്ടുള്ള ഇതുണ്ട്. അതെല്ലാം ഫെയിൽ ആകുമ്പോഴത്തേക്കാണ് ഒരു സർജറി വേണ്ടി വരിക. അല്ലാതെ എല്ലാവർക്കും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളൊരു 100 പേരിൽ 10 പേർക്കായിരിക്കും സർജറി വേണ്ടി വരിക. ബാക്കി 90% ആൾക്കാരിലും സർജറി ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. കൺസർവേറ്റീവ് മെഡിസിൻസോടുകൂടി റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മുടെ ജീവിത രീതികൾ മാറുക, വെയിറ്റ് റിഡക്ഷൻ, എക്സസൈസസ്, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ വെയിറ്റ്, കുനിഞ്ഞുള്ള ജോലികൾ, കുനിഞ്ഞ് ഭാരം എടുക്കുന്നത്, അതൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു 90% ആൾക്കാരിലും വ്യത്യാസം വരും. സർജറി വേണ്ടി വരുന്ന ഒരു 10% ആൾക്കാരിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ പെയിൻ റിലീഫ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മസിലിൻ്റെ പെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അധികം കാണാതെ. കാരണം ഈ ഒരു പോകുന്നൊരു 5 മില്ലിമീറ്റർ, 1 സെൻറ്റിമീറ്റർ താഴെയുള്ളൊരു ഇൻസിഷനാണ്. 5 to 7 മില്ലിമീറ്ററാണ് ഇൻസിഷൻ്റെ വലിപ്പം തന്നെ. സോ നമുക്കൊരു കൈ മുറിയുന്നത് അതിലും വലിയൊരു മുറിവായിരിക്കും കയ്യിൽ നമുക്കുണ്ടാവുക. അപ്പം അതേപോലുള്ള അത്രയുള്ളൊരു മുറിവേ ഉള്ളൂ. മസിലുകൾക്ക് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ മസിലുകൾക്ക് ഡാമേജുകൾ കുറവാണ്. അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ ക്യാമറ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഞരമ്പുകളെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ബ്ലൈൻഡ് പ്രൊസീജിയർ അല്ല. സോ ഇതൊക്കെ കൊണ്ട് പേഷ്യൻസിൻ്റെ സിംറ്റമാറ്റിക് റിലീഫ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതുപോലെ ഈ ഹിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പലരുടെയും ഇപ്പോൾ പെയിൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതും ഡോക്ടറുടെ ഇതിനകത്ത് തന്നെ വരുന്നതാണോ? അല്ല, നമ്മുടെ ഹിപ്പുമായിട്ടുള്ള പെയിൻസ് കൂടുതലും ഓർത്തോപെഡിഷൻ്റെ ഒരു സൈഡിലേക്കുള്ള. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിലും ആർത്രോസ്കോപ്പി, അതും ഇത് തന്നെയാണ്. നമ്മൾ ക്യാമറ കടത്തി ഹിപ്പിലേക്കുള്ള ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. പിന്നെ ഡോക്ടർ ബ്രെയിനിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, സർജറി കൂടെ ആണല്ലോ. അത് ഇതിൽ നമ്മൾ എന്തായിരിക്കും, എന്തൊക്കെ? സോ അതിലും നമുക്കിപ്പോൾ എൻഡോസ്കോപ്പിക്കായിട്ട് തന്നെ തലച്ചോറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്. കീ ഹോൾ സർജറീസ് ആണ്. സോ ഈ തലച്ചോറിലേക്ക് അമിത രക്തസ്രാവം വന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്ന, സ്ട്രോക്ക് പോലെ വരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ക്യാമറ കടത്തി ക്ലോട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ നേരത്തെയുള്ളൊരു മേജറായിട്ടുള്ളൊരു വലിയൊരു മുറിവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയാനുള്ളതിന് വേണ്ടിയാണ്, പെട്ടെന്നുള്ള റിക്കവറിക്ക് വേണ്ടിയാണ്. അതല്ല, ഞരമ്പുകൾ, തലച്ചോറിലേക്കുള്ള ഡാമേജുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ കീഹോൾ, അത് മൂക്കിലൂടെ തന്നെ എൻഡോസ്കോപ്പിക്കായിട്ട് ചില ട്യൂമറുകൾ, അതല്ലെങ്കിൽ ചില മൂക്കിൻ്റെ ഈ തലച്ചോറിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, തലച്ചോറിൻ്റെ വെള്ളം ലീക്കാവുന്നത്, CSF റൈനോറിയ എന്ന് പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ എൻഡോസ്കോപ്പിക് ഇതായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പണ്ട് ഈ എൻഡോസ്കോപ്പി കേട്ടിട്ടുള്ളത് ശരിക്കും ഗ്യാസ്ട്രോ റിലേറ്റഡ് ആയിരുന്നു. അതെ, ലാപ്രോസ്കോപ്പിക് എന്നുള്ളതിൻ്റെതാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വയറിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഓപ്പൺ സർജറി ചെയ്ത് ഒരു മാസങ്ങളോളം ഡ്രെയിനൊക്കെ ഇട്ട് പോകുന്നത് ലാപ്രോസ്കോപ്പിക്ക് വന്നപ്പോഴത്തേക്ക് ക്യാമറ കടത്തി അവിടെ കണ്ട് അടുത്ത 2 ദിവസത്തിൽ വീട്ടിൽ പോകുന്നു എന്നുള്ളതിൻ്റെ. അതെനിക്ക് തോന്നുന്നൊരു 10, 20, 30 വർഷം മുമ്പ് തൊട്ടേക്ക് ഈ എൻഡോസ്കോപ്പി നടക്കുന്നുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കറിയാം, വയറ്റിന്റെ പ്രശ്നമായിട്ട് പോയി എൻഡോസ്കോപ്പി. ഇപ്പോൾ ഈ സ്പൈനൽ എൻഡോസ്കോപ്പി, അതേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്പൈനിലേക്കും എല്ലാം വരുന്നതിൻ്റെതാണ് അങ്ങനെ വരുന്നത്. ഇപ്പം നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ സംസാരിക്കുന്നു. ഡോക്ടർ അഖിൽ സുനിൽ സംസാരിക്കുന്നു. ചോദിച്ചോളൂ ചേട്ടാ. ഡോക്ടർ, എന്റെ വൈഫ്, അതെ പറഞ്ഞോളൂ. എന്റെ വൈഫ് ഒന്ന് വീണായിരുന്നു. വീണിട്ട് ഇപ്പൊ ഏതാണ്ട് 5-8 മാസമായി. അതെ, അപ്പൊ ഞങ്ങള് പല ട്രീറ്റ്മെന്റുകള് എടുത്തു നോക്കി, MRI സ്കാൻ എടുത്തു നോക്കി. അതിലൊന്നും ഒടിവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഒരു ഓർത്തോപീഡിക് സർജൻ പറഞ്ഞു ചെറുതായിട്ടൊരു ചതവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ചതവ് കാരണം കൊണ്ട് ഇത്രയും നാൾ പ്രൊലോങ്ഡ് ആയിട്ട് ഈ വേദന അങ്ങ് നിൽക്കുമോ? ഇപ്പോൾ നമ്മുടെ നട്ടലിലേക്ക് എവിടാണ് കറക്റ്റ് ആയിട്ട് പെയിൻ വരുന്നത്? നട്ടലിന്റെ നടുക്ക് ഭാഗത്താണോ അതോ കുറച്ച് സൈഡിലേക്കാണോ പെയിൻ? സൈഡിലാ. അതെ, അപ്പൊ ഈ സൈഡിലേക്ക് നമ്മുടെ നട്ടല് വന്ന് ഇടുപ്പിന്റെ എല്ലുമായിട്ട് ജോയിന്റ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ഈ ഓരോ ജോയിന്റും പേശികൾ കൊണ്ട് മുറുക്കി വെച്ചേക്കാണ്. സോ നമ്മളൊരു വീഴ്ച വീഴുമ്പോഴത്തേക്ക് എത്ര ഏജ് ഒക്കെ എത്രയാണ് ഉള്ളത്? വയസ്സ് എത്രയാണ് പുള്ളിക്കാരിയുടെ? 73 ഉണ്ട്. അപ്പോൾ ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഓൾറെഡി ബോൺ വീക്ക് ആയിരിക്കും. ഈ പറഞ്ഞ ലിഗമെന്റ്സ്, അതായത് പേശികൾ വീക്ക് ആയിരിക്കും. അതിന് ചെറിയ ക്ഷതങ്ങൾ സംഭവിക്കാം. സോ ഒരു നമുക്ക് സാധാരണഗതിയിൽ ഒരു യങ്ങർ ഏജിൽ സംഭവിക്കുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നത് പോലെ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് മുറിവുകൾക്ക് ഉണക്ക് വരാനുള്ള അത്രയും പെട്ടെന്ന് ഉണങ്ങത്തില്ല. അതേപോലെ തന്നെയാണ് പേശികളിലേക്കുള്ള ഡാമേജും.
സോ അതിന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഡിസ്കിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയുള്ള റെസ്റ്റ് അല്ലെങ്കിൽ മെഡിസിൻസ്, അതായത് ഓയിൻമെൻറ്റ്, അങ്ങനെയുള്ള ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് റെസ്റ്റ് എടുക്കുക. അതൊരു ഭാഗം. രണ്ടാമത്തത് നമ്മൾ വെയിറ്റ് എടുക്കാതിരിക്കുക, കുനിഞ്ഞുള്ള ജോലികൾ, നിലത്തിരുന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വെയിറ്റ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ എന്നിട്ടും വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്തേക്കായിട്ട് ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളതാണ്. സോ അതിലൊരു സിംറ്റമാറ്റിക് റിലീഫ്, അത് പെയിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. അപ്പം നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുറച്ചൊരു താൽക്കാലികമായിട്ടുള്ള വേദനയ്ക്ക് ആശ്വാസം കിട്ടുക, നമ്മുടെ നോർമൽ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും അടുത്തൊരു ഓപ്ഷൻ ഉള്ളത്. ഇഞ്ചക്ഷൻ കൊടുത്താൽ പെർമനന്റ് ആയിട്ട് അത് പെയിൻ മാറത്തില്ല. ചിലവരിൽ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം പെയിൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് നല്ല റെസ്റ്റൊക്കെ എടുത്ത്, ഇപ്പോൾ ഈ പേശികൾക്കുള്ള ഡാമേജ് ഉണ്ടല്ലോ, അത് മാറാനുള്ള ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നല്ലോണം മാറുമ്പോഴത്തേക്ക് ഒരു പെർമനൻറ്റ് റിലീഫ് ഉണ്ടാകും. അത് അത്രയും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പെർമനൻറ്റ് റിലീഫ് ആവില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു പോകുന്ന ലെവലിലേക്ക് എത്തും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഒരു ശ്രോതാവ് കൂടി ഉണ്ട്. ഹലോ, സംസാരിച്ചോളൂ. ഹലോ, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് സാഗർ എന്നാണ്. സാഗർ, സാഗർ അതന്നെ. ഞാൻ സംശയം ചോദിക്കാനായിട്ട് വിളിച്ചത്. സംസാരിച്ചോളൂ. അല്പം ശബ്ദം ഒന്ന് ഉയർത്തി സംസാരിക്കണേ. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ, ഈ സർവൈക്കൽ മൈലോപ്പതി, റാഡിക്കുലോപ്പതി, ഇതിൻ്റെയൊക്കെ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് സാറേ? സോ അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പം കൈകാലുകൾ, അതായത് സെർവൈക്കൽ എന്ന് പറയുമ്പോൾ കൈക്ക് താഴെ, കഴുത്തിന് താഴേക്കുള്ള ബുദ്ധിമുട്ടുകൾ, കൈക്കും നമ്മുടെ വയറ് ഭാഗത്തേക്ക് നടക്കാനുള്ളതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി, അല്ലെങ്കിൽ എത്രമാത്രം സിവിയറാണ് ഈ പറയുന്ന ഡാമേജ് എന്നുള്ളതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഒന്ന് പറയുക, ഡിസ്ക് ആയിരിക്കും അതിൻ്റെ കാരണമെങ്കിൽ ഡിസ്ക് മാറ്റി, ഡിസ്ക് റീപ്ലേസ് ചെയ്യുക, ഡിസ്ക് ആ കംപ്രഷൻ മാറ്റുക എന്നുള്ളതാണ്. സോ എത്ര നാളായി, പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട്സ് ആയിട്ട് വരുന്നത്. ഒരാഴ്ച മുന്നേ പേഷ്യന്റ് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റും. പേഷ്യന്റിന് വേദന കൂടുതലായി, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഓക്കെ. ഏജ് ഒക്കെ എത്രയാണ്? ഏജ് ഒരു 65 years ഉണ്ട്. ഓക്കെ. വേറെ ഈ സ്ട്രോക്ക് പോലെ അങ്ങനെയുള്ള വേറെ കാർഡിയക് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല സാർ, യൂഷ്വലി ഈ വേദനയാണ്, നടക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര പെയിനാണ് ആള് പറയുന്നത്. ഓക്കെ. ഇതിൽ അതിന് MRI എന്തെങ്കിലും എടുത്ത് നോക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? MRIയിൽ ഹൈപ്പർ ഇന്റൻസിറ്റി എന്ന് പറയുന്നുണ്ടോ? അതെ സാർ. ഡിസ്ക് കാരണമാണെന്ന് പറയുന്നുണ്ടോ, അതോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പറയുന്നുണ്ടോ അതിനകത്ത്? ഹൈപ്പർ ഇന്റൻസിറ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ. എപ്പോഴേലും വീഴ്ചകൾ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, വീഴ്ചകള് അങ്ങനെ വീണിട്ടില്ല സാർ. ഇപ്പം അത്യാവശ്യം പേഷ്യന്റ് ഒരാഴ്ചക്ക് മുന്നേ സ്വന്തം കാര്യങ്ങളൊക്കെ മുന്നത്തെ പോലെ നടക്കത്തില്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോഴത്തേക്ക് ആള് വേദന, പ്രോഗ്രസീവ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അത്. ഇങ്ങനെ ക്രമേണ കുറച്ച് കൂടി വരുന്നതാണെന്നുണ്ടെങ്കിൽ സർജിക്കൽ ആയിരിക്കും ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത്. ഇപ്പം പെൻഡിന് ന്യൂറോബാൻ അങ്ങനത്തെ ട്രീറ്റ്മെന്റിലൊക്കെയാണ് പോകുന്നത്. ഓക്കെ. അത് മെഡിക്കേഷൻസ് നമ്മൾ ഈ പറഞ്ഞ റാഡിക്കുലോപ്പതി, ആ കൈയുടെയും കാലിൻ്റെയും പെരുപ്പൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ളതിൻ്റെതാണ്. സോ അതിൽ റിലീഫ് വരുന്നില്ല. ഈ പറഞ്ഞ കോഡിൽ ചേഞ്ചസ്, അതായത് നട്ടലിൻ്റെ സ്പൈനൽ കോഡിൽ ചേഞ്ചസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർജിക്കലായിട്ട് തന്നെ വേണ്ടി വരും. സോ സർജറി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും എന്താണ് കംപ്രസ് ചെയ്യുന്നതിനനുസരിച്ച്, ഡിസ്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഡിസ്കെക്ടമി എന്ന് പറയുന്ന മൈനറായിട്ടുള്ളൊരു പ്രൊസീജിയറാണത്. അതല്ല അതിലേക്ക് ഒരുപാട് സ്ക്രൂ ഇടേണ്ടതായിട്ടുള്ളതുണ്ടോ, ബാക്കിലൂടെ സർജറി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതെല്ലാം സ്കാനും കൂടെ കണ്ടിട്ട് മാത്രമേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡിസ്കിന്റെ മാത്രം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സർജറി ചെയ്തതിന് ശേഷം പേഷ്യന്റിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അത് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്, ഒരു യൂറിനറി കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ മോഷൻ പോകുന്നതിന്, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിക്കവറി കുറച്ചും കൂടെ ഡിലേഡ് ആകും.
എന്നിരുന്നാലും ഒരു നമുക്ക് തന്നെ റീസണബിൾ. പോകുന്നില്ല തന്നെ പോകുന്നില്ല, ആളുടെ ബാത്റൂമിൽ പോയി തന്നെ പോകുന്നത്. പക്ഷേ മുന്നത്തെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇരിക്കാനും അങ്ങനത്തെ ശരി. കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം ഒരു 2-3 months കൊണ്ടാണ് ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധ്യതയുള്ളത്. സോ സർജറി കഴിഞ്ഞ് ഒരു 3 to 6 months കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് വരും എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു ടൈം കൊടുക്കുക. ഞരമ്പിന് ഇപ്പോൾ ഉള്ള ഹൈപ്പർടെൻഷൻ ഞരമ്പിലേക്കുള്ള നീരും ഡാമേജുമാണ്. നീരായിട്ടുള്ളതൊക്കെ മാറാനാണ് നമ്മൾ ഈ പറഞ്ഞ 2 months എടുക്കുന്നത്. സോ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് റിക്കവറിയുടെ ഒരു എഫക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ സർജറി ഇപ്പോൾ മോശമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സർജറി അല്ലാതൊരു ഓപ്ഷനായിട്ട് പറയുന്നത് കേട്ടിട്ട് തോന്നുന്നില്ല. ബട്ട് പേഷ്യൻറ്റിനെയും സ്കാൻസിനെയും ബാക്കിയെല്ലാം കണ്ടിട്ട് മാത്രമേ നമുക്കൊരു ഫൈനൽ ഡിസിഷനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഓക്കെ, താങ്ക് യു സാഗർ. ഡോക്ടർ, ഇപ്പോൾ ചെറുപ്രായത്തിൽ, അതായത് 20 വയസ്സിന് മുകളിലോട്ടുള്ളവർ തന്നെ ധാരാളം ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് ഹോസ്പിറ്റലുകളിലേക്ക് വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട അതിൻ്റെ സാഹചര്യങ്ങൾ അല്ലെ കാരണങ്ങൾ? ഓക്കെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതിപ്പം നമ്മൾ കാണുന്ന കൂടുതൽ പേഷ്യൻസും ഈ IT പ്രൊഫഷണൽസ് ആയിട്ട് ഒരുപാട് നേരം ഒരേ ഇരിപ്പിരുന്ന് ജോലി ചെയ്യുന്നവർ, അതിന് നടുവേദനയും കഴുത്ത് വേദനയായിട്ടൊക്കെ തന്നെ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. സോ ആ നമ്മുടെ പോസ്ചർ ശരിയല്ലാത്തത് കൊണ്ടാണ് ഒരു കാരണം. നമ്മുടെ നേരെ നമ്മുടെ നട്ടെല്ലാം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് നമ്മളെ എഴുന്നേറ്റ് നിന്ന് നിവർന്ന് നടക്കാൻ വേണ്ടിയുള്ളതിൻ്റെയാണ്. സോ നമ്മളെ പോസ്ചർ ശരിയല്ല, ഒരേ ഇരിപ്പിരുന്ന് നമ്മൾ കുനിഞ്ഞ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ കഴുത്തിൻ്റെ ഒരു വളവ്, എല്ലാ കഴുത്തിൽ നടുഭാഗത്ത് താഴെ ഭാഗത്ത് എല്ലാം ഒരു വളവുകളുണ്ട്. ആ വളവുകൾ നമ്മുടെ ബോഡിയുടെ വെയ്റ്റിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതിൻ്റെയാണ്. സോ ആ ബാലൻസ് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അത് ഒരു കാരണം. രണ്ടാമത് പറഞ്ഞ സ്മോക്കിംഗ് ഒരു വലിയ ഫാക്ടറാണ്. സ്മോക്കിംഗ് ചെയ്യുന്നവരിലെല്ലാം നമ്മുടെ പേശികൾ, കൊളാജൻ ഫൈബേഴ്സിന് ഡാമേജുകൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ ലിഗമെൻറ്റ്സ്, അത് എല്ലുകളുടെ ഇടയ്ക്കുള്ള പേശികൾ, ലിഗമെൻറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ആ ലിഗമെൻറ്റിന് ഒരു ക്ഷതം സംഭവിക്കും. ഇലാസ്റ്റിക് പോലുള്ളതാണത്. അപ്പോൾ അതാണ് നമ്മളെ മുന്നോട്ട് കുനിയാനും നിവരാനും എല്ലാം സഹായിക്കുന്നത്. സോ ഇത് ഒരു പരിധിവരെ കുനിയാൻ സഹായിക്കും, അത് കഴിഞ്ഞിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യും. സോ ഓവർ യൂസേജും പറ്റത്തില്ല, അണ്ടർ യൂസേജും പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ഈ ലിഗമെൻറ്റിന് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഇലാസ്റ്റിക് ഫങ്ഷൻ അങ്ങ് പോകും. അപ്പോൾ ആ ടയർ കണക്കുണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കുനിഞ്ഞ് വെയിറ്റ് എടുക്കുക എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ ഡിസ്ക് തള്ളി പുറത്തേക്കങ്ങ് വരും. ഓൾറെഡി ഡാമേജ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാട് കുറയും. വൈറ്റമിൻ D ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ഇപ്പം നമ്മളൊരു AC റൂമിനകത്ത് ഇരുന്ന് 24 മണിക്കൂറിൽ ഒരു പാതി ഭാഗവും ഒരു വെയിൽ കൊള്ളാതെ തന്നെ ഇരിക്കുകയാണ്. സോ ആ ഒരു വൈറ്റമിൻ D ഡെഫിഷ്യൻസി എല്ലാം നമ്മുടെ ഈ പറഞ്ഞ ബോണിന് വേണം, ലിഗമെൻസിന് വേണം, മസിൽസിന് വേണം. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു, വൈറ്റമിൻ D ഇതെല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡിസ്കിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരും, നടുവേദനകളായിട്ട് തുടങ്ങും. അത് സർജറി വരെ എത്തുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ IT-യിലുള്ളവർ ഒബീസാണ് കൂടുതൽ. അതെ, അത് നമ്മൾ ആ സെഡൻഡറി ഇതാകുമ്പോഴത്തേക്ക് നമ്മളത് ഒബീസിറ്റി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് വരും. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ല, ഫാസ്റ്റ് ഫുഡായിട്ടുള്ളത്, ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുമ്പോഴത്തേക്ക് ഒബീസ് ആകും. അതെ, അപ്പോൾ അതൊക്കെയാണ്. അല്ലെങ്കിൽ അവർ അതിനകത്ത് വളരെ കർശനമായിട്ട് പോകണം, വ്യായാമങ്ങൾ വേണം, പോസ്ചറുകൾ കൃത്യമായിട്ടാകണം. ഒരേ ഇരിപ്പ്, ഒരു 4-5 മണിക്കൂർ ഒരേ ഇരിപ്പ് ഇരിക്കുന്ന ഒരു വ്യക്തികളിലൊക്കെ ആണെന്ന് മേ ബി ഒരു 20s പ്രശ്നം കാണില്ല, അതൊരു 30s ആകുമ്പോഴത്തേക്ക് തുടങ്ങും. 40s ആകുമ്പോഴത്തേക്ക് ഡെഫിനിറ്റീവായിട്ടൊരു സർജറിയിൽ തന്നെ എത്തുന്ന ലെവലിൽ തന്നെയാണ് കാണുന്നത്. പൊതുവെ പറയാറുണ്ട് IT-യിൽ വലിയ പാക്കേജുകളൊക്കെ ഉണ്ട്, പക്ഷെ അവർ വളരെ സ്ട്രെസ്സായിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു 40 ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഇവർ ശാരീരികമായിട്ടും അവർക്ക് അതെ അത് നമുക്ക് ഒരുപാട് പേഷ്യൻസും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഫിസിക്കൽ പെയിൻ, അതൊരു ഈ സ്ട്രെസ്സ് തന്നെ ഒരു പെയിൻ ഉണ്ടാക്കും. സോ സ്ട്രെസ് ഇറ്റ് സെൽഫ് ഒരു ബോഡിയിലൊരു സിംറ്റമായിട്ട് പെയിൻ, അവിടെ ഇവിടെ എല്ലാം വേദനകൾ, മസിലുകളുടെ കഴപ്പുകൾ പോലെ ഉള്ളത്, മസിലിന് പെരുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ട്രെസ്സ് തന്നെ എൻ്റെ ഒരു സിംറ്റമായിട്ട് തന്നെ കാണിക്കും. സോ അതെല്ലാം ഒരു ആഡഡ് ഫാക്ടേഴ്സാണ്. എല്ലാ നടുവേദനകളും ഈ പറഞ്ഞ ഡിസ്കിൻ്റെതോ ഇതൊന്നും ആയിരിക്കും, ഈ പറഞ്ഞ സ്ട്രെസ് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ വൈറ്റമിൻ ഡിയുടെ, അതെ, ഈ ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു വെയിലേ കൊള്ളാറില്ല. രാവിലെ ഏർലി മോർണിംഗ് 6 o'clock കയറും, നൈറ്റ് ഒരു 7 o'clock 8 o'clock ആയിരിക്കും. 12 hour+ ഷിഫ്റ്റ്സ് ആയിരിക്കും.
സോ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഈവൻ ഇവരൊരു IT പ്രൊഫഷണൽ ആവണമെന്നല്ല, നമ്മൾ തന്നെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ആക്ച്വൽ വെയിൽ കൊള്ളുന്നത് അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ കൊണ്ടതുപോലുള്ള വെയിലുകളൊന്നും നമ്മളൊന്നും കൊള്ളുന്നില്ല. ഇപ്പോഴത്തെ വെയിലുകൾ കൊള്ളാനും പറ്റത്തില്ല, അത് നമ്മൾ തലകറങ്ങി വീഴുകയും ചെയ്യും. ഹീറ്റ് സ്ട്രോക്സ് അടിക്കുന്ന അത്രയും സിവിയർ ആണ്. അതിലൊരു സംശയം ചോദിച്ചു ഡോക്ടർ. മുൻപ് പറയായിരുന്നു രാവിലെയും വൈകുന്നേരത്തും ഉള്ള വെയിലാണ് കൊള്ളേണ്ടത്. ഇപ്പോൾ പറയുന്നത് അതിനകത്ത് UV റേഡിയേഷൻ കൂടുതലുണ്ടെന്ന് പറയുന്നു. ഉച്ചയ്ക്കുള്ളത് തന്നെ കൊള്ളണ്ടേന്നും പറയുന്നു. നമ്മൾ ഐഡിയലി ഇത് ബോഡിയിൽ ഉണ്ടാവുന്നത് അൾട്രാ വയലറ്റ് റേസ് വേണം ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ. സോ ആക്ച്വലി രാവിലെയുള്ള ഇതിനകത്ത് നമ്മുടെ സൂര്യനും ഇതിനും ചുമന്നാണ് കിടക്കുന്നത്. അപ്പം റെഡ് ലൈറ്റ് ആണ് വരുന്നത്. ഇൻഫ്രാറെഡ് ആണ് രാവിലെയും വൈകുന്നേരങ്ങളിലും ഉള്ള ലൈറ്റിൽ കൂടുതലുള്ളത്. UV ആയിട്ടുള്ളത് കുറവാണ്. സോ ഐഡിയലി നമ്മൾ വൈറ്റമിൻ D നമ്മുടെ സിന്തസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു 10 o'clock to ഒരു 12 to 2, ആ ഒരു 10 to 2 എന്നുള്ള രീതിയിലുള്ള വെയിൽ കൊള്ളണം. ഇപ്പോഴത്തെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴത്തെ 10 to 2 വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പാവുന്ന അവസ്ഥയിലേക്ക് സൺസ്ട്രോക്ക് ആവും, ഹീറ്റ് സ്ട്രോക്ക് അടിക്കുക എന്നുള്ളതാണ് സാധാരണ വരുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഇനിഷ്യൽ ഫേസിലുള്ള ഒരു കുറച്ച് നല്ല ചൂട് വരുന്ന ഇതിൽ. ബട്ട് എല്ലാവരുടെയും ടൈമിംഗ് 9 to 8 അല്ലെങ്കിൽ 9 എല്ലാവരും ഓഫീസ് വർക്കിലേക്ക് കയറും, ഒരു AC മുറിയിലേക്ക് കയറും. സോ ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വളരെ കോമൺ ആയിട്ട് വരുന്നത്, എസ്പെഷ്യലി സ്ത്രീകളിൽ. അപ്പോൾ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. നമസ്കാരം. ഡോക്ടറുടെ പേര് പറഞ്ഞോളൂ. ബാർബര, വടപ്പക്കരയെന്ന്. ബാർബര. ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, എനിക്കാണെങ്കിലേ ഒരു 7-8 വർഷം കൊണ്ട് നടുവേദനയാണ്. ഒന്ന് മറിഞ്ഞു വീണ് മരുന്നൊക്കെ വാങ്ങിച്ചാണ്. ഇപ്പൊ നടുവേദന കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാ മറിഞ്ഞു വീണതിന് ശേഷം ഉടനെ തന്നെയാണോ നടുവേദന തുടങ്ങിയത്, അതോ കുറെ നാളുകൾക്ക് ശേഷമാണോ തുടങ്ങിയത്? കുറച്ച് നാള് കഴിഞ്ഞാണ് ഈ നടുവേദന ഉണ്ടായത്. അത് അന്നേരം ഒന്നും വലിയ വേദനകളൊന്നും ഇല്ല. ഇപ്പൊ അങ്ങ് സ്ഥിരം നടുവേദനയാണ്. ഈ വേദന കൂടുമ്പോ എന്റെ ശരീരം മൊത്തം കിടന്ന് വിറയ്ക്കും. ഈ വേദന കൂടുമ്പോഴത്തേക്ക് നടുവിൽ നിന്ന് കാലിലേക്ക് വേദനകളായിട്ട് എന്തെങ്കിലും വരികയെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പെരുപ്പും ഇതുമായിട്ട് അതെങ്ങനെ തൊടയുടെ പുറകിൽ കൂടെ കാലിലേക്ക് മൊത്തത്തിലായിട്ടാണോ വരാറുള്ളത്? വലിഞ്ഞു കയറുന്നത് പോലുള്ള വേദനയാണ് രണ്ട് കാലിലും. ഈ പുറകുവശത്തൂടെ വലിഞ്ഞു കയറുന്നു. ഓക്കെ. അപ്പൊ നടക്കാൻ നേരത്തെ തന്നെ എത്ര ദൂരം വരെയൊക്കെ നടക്കാൻ പറ്റും? അല്ലെങ്കിൽ നിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നേരം നിൽക്കാൻ പറ്റും? നടക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും നിന്ന് പോകും. പിന്നെ ഇരുന്നൊന്ന് റെസ്റ്റ് എടുത്താലേ പിന്നെ നടക്കാൻ പറ്റത്തുള്ളൂ. ശരി. ഈ വീഴ്ചയുടെ സമയത്തിന് ശേഷം എക്സ്റേ എടുക്കുകയോ അല്ലെ പൊട്ടലുകൾ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് എക്സ്റേ എടുത്ത് എന്നിട്ട് അവര് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്നായിരുന്നു. ഓക്കെ. MRI എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. നമുക്കൊരു MRI എടുത്ത് നോക്കണം. ഇവിടെ ഈ ഞരമ്പ് പറയുന്നതിനനുസരിച്ച് ഒരു ഞരമ്പിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്കൊരു MRI എടുത്ത് എന്താണോ അതിനകത്ത് കാണുന്നത്, ബാക്കി ഈ നമ്മുടെ വേദനകൾക്ക് മാത്രമല്ലാതെ എന്തെങ്കിലും തളർച്ചകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. അത് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ സർജറി വേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് ആയിട്ട് തന്നെ പോകാൻ പറ്റുന്നതാണ്. സോ അത് ഒന്ന് വന്ന് കണ്ട് ഒന്ന് ഇത് ചെയ്താൽ മാത്രമേ, MRI ഒക്കെ എടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്കൊരു 100% കറക്റ്റ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. മെഡിസിറ്റിയിൽ ട്രാവൻകൂർ മെഡിസിറ്റിയിൽ. ഓക്കെ മാഡം. അപ്പോൾ ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഡോക്ടർ ലൈവിൽ നൂതന എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഡോക്ടർ അഖിൽ സുനിൽ, കൺസൾട്ടൻറ്റ് ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ, ട്രാവൻകൂർ മെഡിസിറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഡോക്ടർ, അതുപോലെ ഈ ഡിസ്ക് പൊടിഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എന്തായിരിക്കും? അത് ഈ ഓസ്റ്റിയോപൊറോസിസിൻ്റെതാണോ അതോ അല്ലാതെ? അതല്ല, നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജോയിൻ്റ്, അതായത് ഡിസ്ക് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ 2 എല്ലുകളുടെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ്, കുഷൻ പോലുള്ളൊരിതാണ്. സോ അതിന് പ്രായമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, അത് പതുക്കെ തെന്നി മാറിക്കൊണ്ടിരിക്കും. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. സംസാരിച്ചോളൂ ചേട്ടാ, ഡോക്ടറെ സംസാരിച്ചോളൂ. പറഞ്ഞോ. നമസ്കാരം.
എനിക്ക് ഈ സ്പീഡ് നടക്കാനൊക്കത്തില്ല ഇപ്പൊ. ആ എത്ര നാളായി തുടങ്ങിയിട്ട് അങ്ങനെ? എത്ര നാളായി ഈ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ട്? ഞാൻ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിൽ കിടന്നപ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ നടക്കാൻ പോകില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നടക്കണമെന്നൊക്കെ പറഞ്ഞു. കണ്ണ് ഒത്തിരി മരുന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെ നടക്കാൻ പറ്റും, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പൊ നടക്കാനും ഭയങ്കര സ്പീഡ് നടക്കാനും ഒരു പയ്യെ നടക്കുമ്പോ കാല് പിന്നെ വേദനയുണ്ട്. കാലിന് മൊത്തത്തിലായിട്ടാണോ വേദനയുള്ളത് അതോ കാലില് മാത്രം? രണ്ട് കാലിന്റെ മുട്ടിന് കീഴ്പോട്ടായിട്ട്? അപ്പൊ അങ്ങനെ നീരുണ്ടായിരുന്നു. വലത്തേക്കാലിന്റെ മുട്ടിനോട് നീരുണ്ടായിരുന്നു കുറച്ചുകാലം. അങ്ങനെ മരുന്നൊക്കെ എത്തി ചെല്ലുമ്പോ അവിടുന്ന് എന്റെ ഇതൊക്കെ തരും, ഈ തരും, അതൊക്കെ തേക്കും. ജെല്ല് തരും. അത് തരും. ശരി. ഇപ്പം ഈ ഇപ്പൊ കൈക്ക് പെരുപ്പായിട്ടോ കഴുത്ത് വേദനയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൈക്ക് വേദനയോ കൈക്ക് പെരുപ്പായിട്ടോ അങ്ങനെ കൈയുടെ മുട്ടിന് വേദന? ഇടയ്ക്ക് കൈക്ക് പെടലിക്ക് കഴപ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ഈ തേയ്മാനങ്ങളുടെ പ്രശ്നമായിട്ടാണ്. അതാണ് ഈ മുട്ടിന്റെ വേദന. ഓരോ 77 ആവാറായി. അപ്പം അതിൻ്റെതായിട്ടുള്ള തേയ്മാനത്തിൻ്റെതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം അത് ഒന്ന് നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കണം. സോ മുട്ടിൻ്റെതിനൊക്കെയാണ് കൂടുതലും. മുട്ടിനൊക്കെ നീരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓർത്തോപെഡീഷനെ കാണിച്ചിട്ട് അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും. അപ്പോൾ എക്സ്റേക്കകത്ത് തേയ്മാനം സിവിയർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ സർജറി. പറഞ്ഞോളൂ. ഈ അടുത്ത ആഴ്ച ഹെൽത്തി പോകണം. പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും ഗുളി വെച്ചോണ്ടിരിക്കുക. അപ്പൊ എത്തിച്ചെന്ന് ഡോക്ടർ പറഞ്ഞാലേ ഈ രക്തം പ്രത്യേകം പരിശോധിക്കാൻ നോക്കുകയാണ്. അതൊക്കെ ഒന്ന് വൈറ്റമിനൊക്കെ ഒന്ന് കാൽഷ്യം വൈറ്റമിനൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിന്റെ കൂടെ തന്നെ അവരൊരു എക്സ്റേ എടുക്കാൻ പറ്റുമെങ്കിൽ എക്സ്റേയും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് നോക്കും മുട്ടിന്റെ ഒക്കെ. അപ്പൊ അതിനകത്ത് എന്താണോ കാണുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാം. എനിക്ക് ഒട്ടും നിക്കാനേ പോകത്തില്ല. അതാ തേയ്മാനത്തിൻ്റെതാണ്. പടിയൊന്നും കയറാൻ പോകത്തില്ല. അപ്പൊ അത് തേയ്മാനം നല്ലോണം ഉള്ളതിന്റെയാണോ? അത് തേയ്മാനം മുട്ടുകളിലേക്കുള്ള എല്ലുകൾ തമ്മിൽ തട്ടുന്നതിൻ്റെയാണ്. അപ്പോൾ ആ തേയ്മാനം മാറുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് ഒരു ഇഞ്ചക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അവിടേക്ക് ഇപ്പോൾ സർജറി, എൻ്റെ ഫൈനൽ ഇതെന്ന് പറയുന്നത് സർജറി ഒക്കെയാണ്. സോ അപ്പോൾ അത് എത്ര അതൊക്കെ എക്സ്റേ എടുത്ത് നോക്കിയാലേ നമുക്ക്. അതെ. അവിടെ വന്നിട്ടൊന്ന് കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാ ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിസ്ക് തേയ്മാനത്തിനെ കുറിച്ചായിരുന്നു. അതെ. സോ ഇപ്പോൾ ഈ ഡിസ്ക് തേയ്മാനം എന്ന് പറയുന്നത് നമ്മളൊരു ഏജിൽ തേയ്മാനം എന്ന് പറയുന്ന സംഭവം നോർമലായിട്ട് ഒരു പ്രോസസ്സാണ്. അപ്പം അത് എല്ലാ ഓർഗൻസിനെയും അത് എഫക്റ്റ് ചെയ്യും. ഇപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്നത് കണ്ണുകളിൽ ഉള്ളതുപോലെ തലച്ചോറിൽ അല്ലെങ്കിൽ എല്ലാ മസിലുകളിൽ, പേശികളിൽ, ബോൺസിൽ, സോ എല്ലായിടത്തും എഫക്റ്റ് ചെയ്യുന്നത് അത് നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു കോളും കൂടെ എത്തിയിട്ടുണ്ട്. ഹലോ സാറേ, ഞാൻ ജലജ. സംസാരിച്ചോളൂ ചേച്ചി. ഡോക്ടറെ നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാൻ ജലജ. എനിക്ക് നട്ടലിന് പ്രശ്നമുള്ളതാ. എന്താ വേദനയാണോ? വേദനയായിരുന്നു, അതികടന്ന വേദനയായിരുന്നു. ഇരിക്കാനും പറ്റില്ല, കിടക്കാനൊക്കത്തില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ എല്ലിന്റെ ഡോക്ടറെ കാണിച്ച് ആദ്യം മരുന്നൊക്കെ ഇങ്ങനെ കഴിച്ചു. അങ്ങനെ കുറച്ചൊക്കെ കുറവ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് MRI സ്കാനിങ് എടുത്തായിരുന്നു. അപ്പൊ അതെടുത്ത് കഴിഞ്ഞപ്പോ എനിക്ക് നട്ടലിന്റെ നടുക്ക് ഇങ്ങനെ വന്നിട്ട് താഴെ 3 കണ്ണിക ആയിട്ടുള്ള അഴി ഞരമ്പ് വളഞ്ഞു കയറുമായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണം, കമ്പിയിടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അതിനൊക്കെ ആയിട്ട് കൊച്ചുങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ കുറവാ നമുക്ക് വന്ന് നിൽക്കാൻ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ മരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു. ഞരമ്പിന്റെ ഡോക്ടറെ കാണിക്കുന്നു. ഞരമ്പിന്റെ മരുന്നും കഴിക്കുന്നുണ്ട്. എന്റെ ഇടത്ത് കാലിന്റെ 2 വിരലിന് പെരുപ്പുണ്ട്.
മറ്റ് വേദനയൊക്കെ എനിക്ക് കുറവുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ജോലികളും എന്റെ ചേട്ടന് കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കും. ഡോക്ടറെ അടുത്തൊക്കെ പോകും, കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരി. അന്നൊരു ബെൽറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ നടുവിലേക്ക്? തന്നില്ല. ബെൽറ്റ് ഇടണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഈ മരുന്ന് പിന്നെ എനിക്ക് ഡോക്ടറെ ഒരു 13 ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. നട്ടലിൽ തന്നെ എടുത്തോ അതോ അല്ലാതെ നമ്മുടെ ഏണിന് 2 വർഷത്തെ ഏണിന് തടവും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് വരാനും പറ്റുള്ളൂ അതെടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് കുറെ ആശ്വാസങ്ങളും ഉണ്ടായി. അപ്പം നമുക്ക് ഇച്ചിരിയൊക്കെ ജോലി ചെയ്യുമ്പോ കുനിഞ്ഞു നൂന്ന് കുറെ ചെയ്യുന്നതിന് എനിക്ക് നടുവിന് വേദന ഉണ്ടാവും. അപ്പൊ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതിനാണ് ആ ബെൽറ്റും കൂടെ ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ബെൽറ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ നടുവിനൊരു സപ്പോർട്ട് കിട്ടും. നമ്മൾ കുനിഞ്ഞുള്ള കാര്യം നമ്മളിപ്പോൾ കുനിയാൻ നോക്കിയാൽ പോലും പെട്ടെന്ന് ബെൽറ്റ് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ പോലും പെട്ടെന്ന് കുനിയത്തില്ല. അപ്പം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ അവിടെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കെല്ലാം ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഇതിൽ പോകാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കാനിൻ്റെ ഒക്കെ എത്രമാത്രം സിവിയർ ആണ് പ്രശ്നം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് സർജറി വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം മരുന്നുകളിലും റെസ്റ്റിലും ഓയിൻമെൻ്റ് ഒക്കെ ഇട്ട് വലിയ പ്രശ്നമില്ലാതൊക്കെ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ മാക്സിമം, തളർച്ചകളായിട്ടൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഒരു ഓയിൽമെന്റും ഉണ്ട് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും തൽക്കാലത്തേക്ക് നല്ലത്. ബുദ്ധിമുട്ടുകൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പ സർജറിയെ പറ്റിയുള്ള ചിന്തിക്കാം. ശരി ഡോക്ടറെ. ഓക്കെ. ബെൽറ്റും കൂടെ എന്തായാലും ഇടാം. അതെ അതെ ശരി ശരി. ഓക്കെ ചേച്ചി. അപ്പോൾ നമ്മളെ ഡിസ്ക് തേയ്മാനത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഈ തേയ്മാനങ്ങളുടേത് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. ഏത് ഇതിലും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ. അതാണ് ഈ എല്ലാ സ്പോർട്സ്മാനും ഒരു 35-40 റിട്ടയർ ആവുന്നത്. അവർക്ക് ആഗ്രഹം വെച്ചിട്ടല്ല, അവരുടെ ബോഡി പഴയതുപോലെ പോകുന്നില്ല എന്നുള്ളത് വെച്ചിട്ടാണ്. സോ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഒരു 40-45 ഒക്കെ ആവാൻ നേരത്ത് നമ്മുടെ ഒരു പീക്കിലെത്തി അവിടുന്ന് താഴോട്ട് വരും. സോ ആ താഴോട്ട് വരുന്ന ഫേസാണ് ഈ തേയ്മാനങ്ങൾ, ബോഡിയുടെ ഒരു ഡീജനറേഷനായിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ ഏത് ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാം. അതേപോലെയുള്ള നട്ടലിൽ നമ്മുടെ വെയിറ്റ് മൊത്തവും നട്ടലിലേക്കാണ് ബെയർ ചെയ്യുന്നത്. സോ വെയിറ്റ് ഈ ഒരു ഏജൊക്കെ ആകുമ്പോൾ വെയിറ്റ് കൂടാൻ തുടങ്ങും. നമ്മളുടെ ഈ ഫുഡ് ഹാബിറ്റ്സിന് ഇതായിട്ടുള്ളതുണ്ടാവും. എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ അത് കാണും എന്നുള്ള ഒരു ഫേസിലാണ്. അപ്പോൾ വെയിറ്റ് നമ്മൾ നോർമലി ഈ പറഞ്ഞ തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെയിറ്റ് ഗെയിനും കൂടെ കൊണ്ടാകുമ്പോഴത്തേക്ക് ഇത് ഫാസ്റ്റർ ആകും. രണ്ടാമത്തത് സ്ത്രീകളിൽ നമ്മുടെ ഒരു പീരീഡ്സ് ഒക്കെ നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ ഹോർമോണൽ മെനോപോസ് ആകുമ്പോഴത്തേക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. സോ അല്ലെങ്കിൽ ഈ യൂട്രസ് എടുത്തവരിലൊക്കെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഹോർമോൺസ് എല്ലാം വേണം നമ്മുടെ എല്ലിന് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ. സോ ആ എല്ലിൻ്റെ സ്ട്രെങ്ത് ബലക്കുറവും ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുക. അപ്പോൾ എല്ലിൻ്റെ ആ ബലം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വെയിറ്റ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് മസില്, പേശി, ലിഗമെൻറ്റ്സ്, എല്ല്, ഇതെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. നമ്മൾ വെയിറ്റ് നേരെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ ഇതിൻ്റെ ശക്തികൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തേയ്മാനം, ഡിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓസ്റ്റിയോപൊറോസിസ് അവർക്കൊരു വലിയൊരു ഇതാണ്. ഇപ്പോൾ സ്ത്രീകളിൽ നിന്നല്ല ആണുങ്ങളിലും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട്. സോ ഓസ്റ്റിയോപൊറോസിസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമായിക്കോട്ടെ. നമ്മളിപ്പം നേരത്തെ സ്ത്രീകളിൽ ആർക്ക് നടുവേദന വന്നാലും ഇത് ഓസ്റ്റിയോപൊറോസിസ് ആണ് എന്നൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ നൂതന എൻഡോസ്കോപ്പിക് നട്ടൽ ശസ്ത്രക്രിയയെക്കുറിച്ച് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഖിൽ സുനിലാണ്. അപ്പോൾ നിങ്ങളുടെ നട്ടലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. സംസാരിച്ചോളൂ, പേര് പറഞ്ഞോളൂ. കൊല്ലത്തുനിന്ന് വിളിക്കുന്നത്. പേരെന്താണ്? അജിത. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് 10-20 വർഷത്തിന് മുമ്പ് യൂട്രസ് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. അതിനുശേഷം എനിക്ക് ഇങ്ങനെ നടുവേദന വന്ന് ഞാൻ MRI സ്കാൻ ചെയ്ത് അപ്പൊ ഡിസ്കിന് അകൽച്ച ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു.
അങ്ങനെ അന്ന് മുതൽ ബെൽറ്റ് ഒക്കെ ഇടുമായിരുന്നു. ഓക്കെ. ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് ഇല്ലാതിരുന്നതാ. ആ. ഇപ്പം ഒരു ആഴ്ച കൊണ്ട് എനിക്ക് നടുവിന് ഭയങ്കര പെരുപ്പും വലത്തുകാലിന് മുട്ടിന് നീരും നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. ഈ തേയ്മാനങ്ങളും ഈ ഇതൊക്കെ നേരത്തെ കുറച്ച് നാളായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നതല്ലേ? ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ വേദന ഇപ്പൊ ഒരാഴ്ച മുന്നേ കൂടിയെന്ന് പറഞ്ഞല്ലേ? എന്തെങ്കിലും വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കുനിഞ്ഞുള്ള സാധാരണ ഗതിയിൽ നിന്നല്ലാതെ കുറച്ചധികം ജോലികൾ എന്തെങ്കിലും ചെയ്തോ? ജോലി ചെയ്യുന്നുണ്ട് ഡോക്ടർ. അല്ല, ഈ ഒരാഴ്ച മുന്നേ നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലാതെ കുറച്ച് കുനിഞ്ഞുള്ള കാര്യങ്ങളോ വെയിറ്റ് എടുത്തോ ഒരു തുണി ഈ സാധാ ജോലി, വീട്ടിലെ ജോലികൾ തന്നെ അത് തന്നെ ഉള്ളൂ. കുറെ നേരം കുനിഞ്ഞു നിന്ന് തുണി കഴുകുകയോ തൂക്കുകയോ എന്തെങ്കിലും? എനിക്ക് നിക്കുന്നതിന് വലിയ പ്രയാസം തോന്നുന്നില്ല. പക്ഷെ എനിക്ക് മുതുകിനും വലത്ത് കൈക്കും വലത്ത് മുതുകിനും ഈ ഇടയ്ക്കായിട്ട് വേദന ഉണ്ടായിരുന്നല്ലേ. സോ ഇത് കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ മുട്ടിന്റെ നീരും മുട്ടിന്റെ വേദനയും നടുവിലേക്കുള്ള വേദന അതെല്ലാം കൂടിയേക്കുന്നതെല്ലാം ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമ്മുടെ എല്ലിന് ബലക്കുറവ് വന്ന് അത് കാരണമുള്ള തേയ്മാനം കൊണ്ടാണ്. സോ അത് എവിടാണ് എത്രമാത്രമാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. ഇപ്പോൾ ചിലവരിൽ നമ്മുടെ കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ ഒരുപാട് കുറഞ്ഞിരിക്കാം. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സപ്ലിമെൻറ്റേഷനായിട്ട് എടുക്കുക. പിന്നെ എല്ല് നല്ലോണം തേയ്മാനം ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇഞ്ചെക്ഷൻസ് ആയിട്ടൊക്കെ ചിലത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് തേയ്മാനം ഈ പറഞ്ഞ എല്ലിൻ്റെ ബലക്കുറവുകൾക്ക് ബലക്ഷയത്തിന് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനുള്ളതിന് ശേഷം അത് മാറില്ല. പക്ഷേ നമ്മളത് പ്രിവെൻറ്റ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇഞ്ചക്ഷൻ ഇതുമെല്ലാം കൊണ്ട്. പിന്നെ ഡിസ്കൊക്കെ ആയിട്ട് നല്ല തള്ളി നിൽക്കുകയാണ്, ഡിസ്കിൻ്റെ അത് കാരണമുള്ളതാണ് കാലിൻ്റെ വേദനയൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മളതിന് സർജറി ആയിട്ടുള്ളത് തന്നെ വേണ്ടി വരും. എൻഡോസ്കോപ്പിക് ആയിട്ടുള്ള സർജറീസാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ. ഓക്കെ. താങ്ക് യു ചേച്ചി. അപ്പോൾ നമ്മൾ വീണ്ടും ഡിസ്കിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോഴത്തേക്ക് കോളുകൾ വരുന്നുണ്ടായിരുന്നത്. പൊതുവേ ഈ ഡിസ്ക് ഡാമേജ് ഒരു ഇഞ്ചുറിയിൽ വരാമല്ല. അതെ. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തെന്നി വീഴുക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക, അതല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കുനിഞ്ഞ്, അതാണ് നമ്മൾ ചോദിച്ചോണ്ടത് കുനിഞ്ഞ് വെയിറ്റ് എടുത്തപ്പോഴത്തേക്കുള്ള പെട്ടെന്ന് ഡിസ്ക് പെട്ടെന്ന് ആ ഒരു ഓൾറെഡി ഡാമേജ് ആയിരിക്കുന്ന ഭാഗത്ത് നിന്ന് തള്ളി പുറത്തേക്ക് വരും. ഒരു കോളും കൂടെ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. പേര് പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. ഇത് സുനിൽ കുമാർ വിളിക്കുന്നത്. പറഞ്ഞോളൂ സുനിൽ കുമാർ. ഇതിപ്പോ 2 ദിവസമായി നടുവേദന. 2 ദിവസമായിട്ട്? 2 ദിവസമായി. ഉറക്കം എണീച്ചപ്പോ തുടങ്ങിയതാ ഭയങ്കര നടുവേദന. അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലും വെയിറ്റ് എടുക്കുകയോ എന്തെങ്കിലും ഒരുപാട് യാത്ര ചെയ്യുകയോ? ഈ കിണറിന്റെ പണിയാണ്. അപ്പൊ പെട്ടെന്ന് കയറി അന്ന് നടുകയറി ഉളുക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നോ? വശമില്ലാതെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ആണെങ്കിൽ ഇടത്തെ സൈഡിലെ കാല് ഫുള്ളായിട്ട് അങ്ങ് പെരുപ്പായിട്ട് പെട്ടെന്ന് തുടങ്ങി. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മരുന്നുകളിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് എന്തെങ്കിലും തുടങ്ങിയായിരുന്നോ? ഇല്ല, ഒന്നും തുടങ്ങിയില്ല. തൽക്കാലം പെയിൻ കില്ലർ ഉപയോഗിച്ചതേ ഉള്ളൂ. എന്നിട്ട് വർക്കിന് പോയിട്ട് വന്നത്. അപ്പൊ എന്നിട്ടും വേദന മാറുന്നില്ല? നല്ല പെരുപ്പാ കാലല്ല. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വന്ന് കണ്ട് എത്രമാത്രമാണ് ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കണം. കറക്റ്റായിട്ടുള്ള ഈ പറഞ്ഞ എന്തെങ്കിലും വെയിറ്റ് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള വെയിറ്റ് എടുത്തപ്പോഴത്തേക്ക് ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്നതാകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ MRI സ്കാനൊക്കെ നമുക്ക് എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ഉള്ള അതായത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് ഒക്കെ എടുത്തതാകാം. അപ്പം വശമില്ലാത്ത രീതിയിൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ തള്ളി നിൽക്കുന്ന ഓൾറെഡി കുറച്ച് ഡാമേജ് ആയിട്ടുള്ള ഡിസ്ക് പെട്ടെന്ന് തള്ളി സിവിയർ ആയിട്ടുള്ള കാലുകളിലേക്കുള്ള പെയിന്. അപ്പം പുള്ളി പറഞ്ഞ ഒരു കാലിലേക്കുള്ള പെയിൻ അത് കൂടുതലൊക്കെ ഡിസ്കിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം. അപ്പം ആ ഡിസ്ക് തള്ളി വന്നേക്കുന്നതാണ്. അത് നമ്മൾ ആദ്യം വീക്ക്നെസ് ആയിട്ടുള്ളതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിനിലൊന്ന് നോക്കും, മെഡിസിൻസ് കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അതൊരു 60-70% ആൾക്കാരിലും മെഡിസിൻസ് കൊണ്ട് ഇങ്ങനെയുള്ള കേസസ് റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യാത്ത ഒരു 30% ആൾക്കാരുണ്ടാവും. അവർക്ക് ഏർലി ആയിട്ട് തന്നെ സർജറി തന്നെ വേണ്ടി വരും. സിവിയർ പെയിൻ ആണ്, ഒട്ടും നമുക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറി കൊണ്ട് ആ ഡിസ്കിൻ്റെ പ്രശ്നം, ഡിസ്ക് ചെന്ന് ഞരമ്പിലേക്ക് തട്ടി നിൽക്കുന്നത് മാറ്റുക എന്നുള്ളതാണ്. അത് മാറുമ്പോഴത്തേക്ക് ആ കാലിലേക്കുള്ള വേദനയും ഒക്കെ ഉള്ളതൊക്കെ എല്ലാം പെരുപ്പും എല്ലാം മാറും. ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ
നമ്മൾ ഈ എൻഡോസ്കോപ്പിക് സർജറി അത് ചെയ്യുന്നുണ്ടല്ലേ അത്? സോ സ്പൈനൽ കോഡ് ഇഞ്ചുറീസിൽ നമ്മൾ കൂടുതലും ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകുക എന്ന് പറയുന്നതിനകത്ത് മിക്കവാറും എല്ലിന് പൊട്ടൽ വന്നിട്ടുള്ളതായിരിക്കും. സോ എല്ല് പൊട്ടി അത് ചെന്ന് അതുകൊണ്ടുള്ള ഡാമേജുകളാണ് കൂടുതലും കാണുന്നത്. അല്ലാതെ ഐസൊലേറ്റഡ് സ്പൈനൽ കോഡ് ഇഞ്ചുറി മാത്രമായിട്ടുള്ളത് വളരെ വളരെ റെയറാണ്. സോ എല്ലുകളിലേക്കുള്ള ഡാമേജ് അല്ലെങ്കിൽ എല്ലുകൾ പൊട്ടി എല്ല് ചെന്ന് കംപ്രഷൻ ഉള്ളതിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് സ്ക്രൂ ഇട്ട് മുറുക്കേണ്ടതായിട്ട് വരും. സ്ക്രൂ ഇട്ട് അവിടെ ആ ഒരു ഗ്യാപ്പ് കൂട്ടി പതുക്കെ മുറുക്കേണ്ടതായിട്ട് തന്നെ വരും. സോ അതിന് നമ്മളിപ്പോൾ അതിന് എൻഡോസ്കോപ്പിക് എന്നല്ല, പെർക്യൂട്ടേനിയസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു സെൻറ്റിമീറ്റർ മുറിവിലൂടെ സ്ക്രൂകൾ 2 സൈഡിലും കടത്തി ആ എല്ലിനെ നിവർത്തി വെക്കുക. അതായത് നമ്മുടെ മോൾ ഭാഗത്തെ പൊട്ടലിന് മുകളിലേക്കുള്ള വെയിറ്റ് ഈ കമ്പികളിലും സ്ക്രൂകളിലും കൂടെ ആ പൊട്ടിയ ഭാഗത്തിന് താഴോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ. സംസാരിച്ചോളൂ ഡോക്ടറുടെ അടുത്ത്. ഹലോ. ഹലോ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ പേര് സുനിത. എനിക്ക് ഒരു വർഷം മുമ്പ് എൻ്റെ ഇടത്തെ കൈയുടെ തോളിനും മുട്ടിനും ഇടയ്ക്ക് ഭയങ്കരമായൊരു വേദന വന്നു. നല്ല വേദനയായിരുന്നു. എന്തെങ്കിലും വെയിറ്റ് എടുത്തപ്പോഴാണോ ഈ വേദന പെട്ടെന്ന് തുടങ്ങിയത്? അങ്ങനെ വീട് മൊത്തത്തിലൊന്ന് തുടച്ച് അത്ര അന്ന് രാത്രിയാണത് വേദനയായിട്ട് തോന്നി. ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കരമായി പെയിൻ കില്ലർ മേടിച്ച് കഴിച്ച് ഓയിൽമെന്റ് ഒക്കെ ഇട്ട് അങ്ങനെ 1-2 ദിവസം അത് പോയി. പക്ഷെ ആ ഗുളികയുടെ എഫക്ട് കഴിഞ്ഞാൽ വേദന വീണ്ടും വന്നു. ഇവിടെ ജോർജുടി സാറിനെ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അങ്ങനെ സാറിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അപ്പൊ സാറ് എക്സ്റേ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ എക്സ്റേ എടുത്തോണ്ട് വന്നപ്പോൾ പറഞ്ഞു തേയ്മാനത്തിൻ്റെതായ ചെറിയ സിംറ്റം ഉണ്ട്, എങ്കിലും ഈ മുതുകിലും ഈ കൈയുടെ ഭാഗത്തൊക്കെ നീര് കെട്ടി കിടക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഗുളികയൊക്കെ ഒരു 3 മാസത്തോളം കഴിച്ച് അപ്പൊ ആ വേദന കുറവുണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിപ്പം ഞാൻ ഒരു 1.5 മാസം മുമ്പ് ഒന്ന് വീണപ്പോ ഇടത്തെ കാലങ്ങ് ബാക്കിലോട്ട് വളയുകയും ചെയ്ത് കൈ നല്ലോണം കുത്തിയങ്ങ്. ഇടത്തെ കൈ തന്നെ കുത്തി. അപ്പം ഈ കാലിന്റെ ലെഗമെന്റ് വലിഞ്ഞ്. അപ്പം അത് റെസ്റ്റും എടുത്ത് ഫിസിയോതെറാപ്പിയും ചെയ്ത് അപ്പൊ ഈ കൈയുടെ കാര്യവും പറഞ്ഞ് അപ്പൊ ഇത് രണ്ടും ഫിസിയോതെറാപ്പിയും ചെയ്ത് ഇതും ചെയ്ത്. ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് പകൽ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കാലിനാ കൈക്കോ വേദനയില്ല. പക്ഷെ രാത്രി കിടന്ന് ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കൈയോ കാലോ അനക്കി കഴിഞ്ഞാൽ അസഹ്യമായ വേദനയാണ്. അല്ല, അത് 2 സൈഡിലും ഉണ്ടോ അതോ ഈ ഇടത്തെ കൈക്കും ഇടത്തെ കാലിനും മാത്രമേ ഉള്ളൂ? ഇടത്തെ കൈക്കും ഇടത്തെ കാലിനും മാത്രമേ ഉള്ളൂ. ഓക്കെ. MRI എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ നേരത്തെ? MRI എടുത്തായിരുന്നു. MRI എടുത്തിട്ട് അതിനകത്ത് എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത്? അപ്പൊ അതില് റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ലെഗമെന്റ് നരമ്പിന് ചെറിയൊരു ക്ഷതം പറ്റി. അപ്പൊ അതിൽ നിന്നുണ്ടായ പെയിനാണിത്. അത് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ മാറുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 15 ദിവസം 1 ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പി ചെയ്തു. അതിന്റെ കൂടെ കൈയുടെ വേദന വന്നുകൊണ്ട് കൈക്കുടേത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴും വെയിറ്റ് ഒക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ്. എന്നാലും ഡോക്ടർ പറഞ്ഞു കുറച്ചും കൂടെ വെയിറ്റ് ഒന്നും കൺട്രോൾ ചെയ്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ വേദന ഇതിപ്പോ കറക്റ്റ് ഈ പറയുന്നതില് നമ്മളിപ്പം സ്കാനിൽ വലിയൊരു ഡിസ്ക് ഒന്നും കാണുന്നില്ല, പേശികളുടേതൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊസിഷനിൽ കിടക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണോ ഇത് വരുന്നത്? രാത്രി ഏതെങ്കിലും ഒരു തിരിഞ്ഞ് ഈ ഇടത്തെ സൈഡിലേക്ക് കിടക്കുമ്പോഴത് ഇടത് വശത്തോട്ട് നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഇടത് സൈഡിലാണെങ്കിൽ വേദനയില്ല. പക്ഷെ വലത് വശത്തോട്ട് ചരിഞ്ഞ് കിടന്നിട്ട് ഈ കൈയോ കാലോ കൈ അനക്കെ കൈ മുകളിലോട്ട് പൊക്കുകയൊക്കെ ചെയ്ത വേദനയാണ്. പക്ഷെ ഞാൻ ഒരു 3-4 വർഷം കൊണ്ട് ഒരുപാട് വലുതായിട്ടല്ലെങ്കിലും യോഗയൊക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ. ഇതിപ്പോ മിക്കവാറും ഈ പേശികൾക്കുള്ള ഡാമേജ് കൊണ്ടായിരിക്കാം ഇങ്ങനെ നിൽക്കുന്നത്. സോ അത് ഏതെങ്കിലും പൊസിഷനിൽ ആണെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് വന്ന് കണ്ട് നേരിട്ട് എവിടെയൊക്കെയാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ആ സ്കാനും ഒക്കെ ആയിട്ടൊന്ന് വന്നാൽ മതി. അത് നോക്കിയിട്ട് ഞരമ്പ് സംബന്ധമായാണോ അതല്ല പേശികളും ജോയിൻറ്റും ഉള്ള പ്രശ്നമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാം. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ എനിക്ക് മുമ്പേ ഒരു ഡിസ്കിന് ചെറിയൊരു വളവുണ്ടായിരുന്നു. അപ്പം കുഷനിലൊക്കെ ഒരു ഡോക്ടർ ഒരു കുഷൻ കുറിച്ച് തന്നു. അപ്പം അതിട്ടാണ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സൂക്ഷിക്കാനേ. വീഴ്ചകൾ വീഴുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ വീണ്ടും തള്ളി പുറത്തോട്ടൊക്കെ വരും. സോ അതാണ് നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നേരിട്ട് കണ്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഡിസിഷൻ ആയിട്ടുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. ഡോക്ടറുടെ മെഡിസിറ്റിയില്ലേ? അപ്പൊ എല്ലാ ദിവസവും ഡോക്ടർ കാണും? ഉണ്ട്. ശരി ഡോക്ടർ. ശരി, ഓക്കെ, താങ്ക് യു.
ഡോക്ടർ, ഈ പലപ്പോഴും ആക്സിഡൻറ്റുകൾ പറ്റിയിട്ട് ഇരുചക്ര വാഹനങ്ങളിൽ നിന്നൊക്കെ പറ്റിയിട്ട് കിടപ്പിലായി പോകുന്ന അത് പലപ്പോഴും സ്പൈനൽ ഇഞ്ചുറിയുടെ ഡാമേജിൻ്റെ കൊണ്ട് അങ്ങനെ. അതെ. അപ്പോൾ അതിൽ നമ്മുടെ ഈ ശസ്ത്രക്രിയയുടെ വിജയം അതിൻ്റെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, പേഷ്യൻ്റെ പെയിൻ കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ എല്ല് പൊട്ടി അവിടെ എല്ല് ഓരോ തവണ അനങ്ങാൻ നേരത്തുള്ള ഒരു പെയിൻ ഉണ്ടല്ലോ. സോ ആ പെയിൻ കുറയ്ക്കാനാണ് നമ്മൾ ഈ സ്ക്രൂ ഇടുക, നേരത്തെ പറഞ്ഞ പോലെ സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. സോ ആ പെയിൻ കുറയുമ്പോഴത്തേക്ക് ഒരു ഭാഗം വരെ നമുക്കൊന്ന് പുള്ളിയെ ഒന്ന് ഇരുത്താൻ പറ്റും, നടത്താൻ പറ്റും. ഇപ്പം നമ്മൾ നട്ടെല്ല് പൊട്ടി കൈ തളർന്നു പോയ ഒരു പേഷ്യൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പതുക്കെ പുള്ളിയെ പിടിച്ചൊന്ന് വീൽ ചെയറിലൊക്കെ ഇരുത്തി റിക്കവറി എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 3 തൊട്ട് 6 മാസം വരെയൊക്കെയാണ് മിനിമം വേണ്ടത്. സോ അതിൻ്റേതായ ഒരു ടൈം കൊടുത്ത് ഫിസിയോതെറാപ്പിയൊക്കെ കൊടുത്ത് പതുക്കെ ആ പുള്ളിയെ ഒന്ന്, എന്നാലും ഒരു തവണ ഡാമേജ് ആയി പോയി കഴിഞ്ഞ് ഞരമ്പിനെ മൊത്തമായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ എത്ര ശതമാനം ഡാമേജ് ഉണ്ട്, എത്ര ശതമാനം നീരുണ്ട് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത കാര്യമാണ്. ചില പേഷ്യൻസ് തന്നെ നമ്മുടെ അടുത്ത് ഈ കാലൊക്കെ തളർന്ന് ഉള്ള ലെവലിൽ തന്നെ വന്നിട്ട് അവരെ നമുക്ക് എണീപ്പിച്ച് നടത്തിച്ച് വിടാൻ പറ്റുന്ന ലെവലുകളിലുണ്ട്. എന്നാൽ ചിലത് അനക്കമില്ലാത്ത ഇതുകളിൽ ഉള്ളവർക്ക് നമ്മൾ ഈ സെൻസേഷൻ പോലും പോകും. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ കംപ്ലീറ്റ് ഇഞ്ചുറി ആകുന്നവർക്കുള്ള റിക്കവറി വളരെ കുറവായിരിക്കും. അവർക്ക് നമ്മളൊരു വീൽ ചെയറിൽ ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം സാറേ. സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ സുരേഷ് ഇരവിരം. പറഞ്ഞോളൂ സുരേഷ്. സാറേ, എനിക്ക് 67 വയസ്സുണ്ട്. ഷുഗർ ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ. ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഓക്കെ. BP മരുന്ന് കഴിക്കും. എനിക്ക് മുട്ടിന് വേദനയുണ്ട്. അത് എല്ലാ ദിവസങ്ങളിലും ഇല്ല. ഓക്കെ. നിന്നുകൊണ്ടുള്ള വർക്കുമാണ്. ഈ ജോലി ചെയ്യുന്ന ഒരുപാട് നേരം നിൽക്കുന്ന ദിവസമാണോ മുട്ടുവേദനകൾ വരുന്നത്? എങ്ങനെ സാറേ? ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ദിവസങ്ങളിലാണോ മുട്ടുവേദന വരുന്നത്? ഇല്ല, അല്ലാതെ തന്നെ ഉണ്ടാവാറുണ്ട്. അത് ഇച്ചിരി ഓയിൽമെന്റോ എണ്ണയെങ്കിലും ഇട്ട് തടവുമ്പോൾ അതങ്ങ് മാറി. ഓക്കെ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാകാറുണ്ട്. ഓക്കെ. അത് മിക്കവാറും നമ്മൾ 14 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ സൈക്കിൾ ചവിട്ടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഏതെങ്കിലും നമ്മൾ ഈ ഒരു ഏജിൻ്റേതായിട്ടുള്ള തേയ്മാനങ്ങളുണ്ടാവും. അപ്പം അത് ഒരു പരിധി വരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില പൊസിഷനിൽ ആ വേദനകൾ വരും. ചില പേശികൾക്ക്, അത് ഈ മുട്ടിൽ തന്നെ എല്ലുകളുണ്ട്, നമ്മുടെ കാർട്ടിലേജ് ആയിട്ടുള്ള ഭാഗമുണ്ട്, ലിഗമെൻറ്റ്സ് ആയിട്ടുള്ള പേശികളായിട്ടുള്ളതുണ്ട്. സോ ഏതെങ്കിലും ഒരു പേശികളായിട്ട് പല പല എല്ലുകൾ മാത്രമല്ല, എല്ല് തമ്മിൽ വരയുന്നതിൻ്റെ മാത്രമല്ലാതെ പേശികൾ ഉണ്ട് നമ്മൾ മുട്ടിനെ നിവർത്തി നിർത്താനായിട്ടുള്ളതിൻ്റെ. സോ ആ പേശികളിലേക്ക് എന്തെങ്കിലും ഡാമേജുകൾ എന്തെങ്കിലും ഉണ്ടാകാം. അത് കാരണമായിരിക്കും ഈ ഇടയ്ക്കിടയ്ക്കുള്ള വേദനകളായിട്ട് വരുന്നത്. കണ്ടിന്യൂ ഇല്ല. അതാണ്. അപ്പം കണ്ടിന്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ഒരു സർജിക്കലുള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാലും ഒരു ഓർത്തോപെഡീഷനെ കണ്ട് ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുന്നതാണ് ഇനിഷ്യൽ ഈ ഒരു ആർത്രൈറ്റിസിന്റെ തുടക്കമാണെന്നുണ്ടെങ്കിൽ മരുന്നുകളിൽ നമുക്ക് കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം സാറേ, ഞാൻ ഈ വിരലിൽ ഞൊട്ട ഇടുന്നൊരു ഇതുണ്ട് എനിക്ക്. അത് ദിവസവും കയ്യിൽ വിരലിങ്ങനെ, പക്ഷെ ഇപ്പൊ ഒരു വർഷം വരെ ആവുന്നുണ്ട്. 2 വിരൽ, ഇടത്തെ ഇടയും വലത്തെ ഇടയും നടുക്കലത്തെ വിരല് മടക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അത് എന്താണ് ഒരു പിടിയും കിട്ടുന്നില്ല. വേദനയുണ്ട് മടക്കുമ്പോ 2 കൈയും, വേറെ വിരലിനൊന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അത് നമ്മുടെ ഈ വിരലുകളുടെ അനക്കം വരുന്നത് ഈ ലിഗമെന്റ്സ് ആണ്. അത് നമ്മളിപ്പോ കൈ മടക്കാൻ നേരത്തെ ഇങ്ങനെ തള്ളി വരത്തില്ലേ, ആ ഭാഗങ്ങളാണ്. അപ്പം അതിൽ ഓരോ ഈ പുള്ളി നമ്മുടെ കിണറിൽ നിന്ന് വെള്ളം കോരുന്ന പോലുള്ള പുള്ളി സിസ്റ്റമാണ് അതെല്ലാം. അപ്പം അതിലെവിടെയെങ്കിലും ഒരു കീറൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കയറി പിടിച്ചതിനകത്ത് കീറൽ വന്നിട്ടുണ്ടാവും. അത് ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഉണക്ക് വന്നിട്ടുണ്ടാവില്ല. അത് കാരണമായിരിക്കാം ഈ മടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളായിട്ട് നിൽക്കുന്നത്. അതിൽ നിന്നും വലിച്ച് മടക്കാൻ നേരത്ത് ഭയങ്കര ഒരു കുത്തി വലിക്കുന്ന പോലത്തെ ഒരു വേദനയുണ്ടാവും. ട്രിഗർ ഫിംഗർ എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളാകാം അത്. അപ്പോൾ അതിന് ഒരു ഓർത്തോപെഡീഷനെ തന്നെ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ. താങ്ക് യു. അപ്പോൾ ഡോക്ടറെ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവ് തീരാനുള്ള സമയമായി. ഏതായാലും വളരെ ഇൻഫർമേറ്റീവായിട്ടാണ് ഡോക്ടർ ഒത്തിരി നേരം സംസാരിച്ചത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അത് നമ്മളെ ശ്രോതാക്കൾക്ക് വളരെ ഫലപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി റേഡിയോ ബെൻസിയറിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം നൂതന എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയയെക്കുറിച്ച് വിശദമായിട്ട് നമ്മളോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ അഖിൽ സുനിലാണ്, കൺസൾട്ടൻറ്റ് ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ, ട്രാവൻകൂർ മെഡിസിറ്റി. താങ്ക് യു. നന്ദി. താങ്ക് യു സോ മച്ച്.